വരാനിരിക്കുന്നത് UDF ഭരണമാണ് എന്ന് കേരളം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് മെയ് 4-ന് ഫലം വന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കൂടി നേതൃത്വം പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം KK രമയ്ക്ക് മുന്നിൽ വലിയ ഓഫർ വെക്കുന്നത്. വടകരയുടെ MP-യും കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കിങ് മേക്കർ കൂടിയായ ഷാഫി പറമ്പിൽ കൂടി മുന്നോട്ട് വന്നുകൊണ്ടാണ് രമയ്ക്ക് ഒരു മന്ത്രി കസേര വാഗ്ദാനം ചെയ്യുന്നത്. കോൺഗ്രസിനോടൊപ്പമോ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തോടൊപ്പമോ KK രമ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിലും അവർ ഇടതുപക്ഷ സ്വത്വത്തിൽ നിന്നും മാറുന്നില്ല എന്നാണ് പറയുന്നത്. ഇടതുപക്ഷ സ്വഭാവമുള്ള നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് RMPI നേതൃത്വം. UDF-ന് ഭരണം ലഭിച്ചാലും മന്ത്രിസഭയുടെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭരണ പങ്കാളിത്തത്തെക്കാൾ ഉപരിയായി തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച ഈ വമ്പൻ വാഗ്ദാനത്തിന് മുന്നിൽ രമ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. RMPIയെ സംബന്ധിച്ചിടത്തോളം UDF മന്ത്രിസഭയിൽ അംഗമാകുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കും. എന്നാൽ പുറത്തു നിന്നുള്ള പിന്തുണ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് നിലവിൽ പാർട്ടി ആലോചിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫുട്ബോൾ ചിഹ്നത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നയിച്ച KK രമയ്ക്ക് അത് ഗോവയിലെ ഒരു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷൻ രമയ്ക്ക് 8-ന്റെ പണി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും രമ ഉപയോഗിച്ച ചിഹ്നമാണ് ഇക്കുറി കമ്മീഷൻ തട്ടിക്കളഞ്ഞത്. എന്തായാലും ആ പൂരമൊക്കെ കഴിഞ്ഞ് രമ ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് രമയ്ക്ക് മുന്നിൽ ഓഫർ വയ്ക്കുന്നത്. അതേസമയം UDF-നുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ പുകയുകയാണ്. എറണാകുളത്ത് നിന്നൊരാൾ മുഖ്യമന്ത്രിയാകണമെന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പ്രസ്താവന കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ട് കഴിഞ്ഞു. VD സതീശനെ പിന്തുണയ്ക്കുന്ന ഇത്തരം നീക്കങ്ങളെ തള്ളി VM സുധീരനും K മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ അനാവശ്യമാണെന്നും മുന്നണിയുടെ ഐക്യമാണ് പ്രധാനമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളും RMPIയുടെ നിലപാടും വരും ദിവസങ്ങളിൽ UDF-ന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. അധികാരത്തിലേറാൻ തയ്യാറെടുക്കുന്ന UDF-ന് മുന്നിൽ KK രമയുടെ തീരുമാനം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്.